അല്ലാ, ബാപ്പാടെ സൂറാപ്പെണ്ണ് സ്കൂളിൽ നിന്ന് വന്നാ? എന്തൊക്കെയുണ്ട് വിശേഷം? ബാപ്പയെ കണ്ട് സഹായം ചോദിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആണാ? പഠിച്ചോനെ, അതാര്? വാ, കേറി വാ. ഇതാര്? രവിയ, എന്റെ പാർവതി ടീച്ചറിന്റെ മോനാ. ഇങ്ങോട്ട് കേറി ഭാര്യ, എന്റെ വലിയ മനുഷ്യനെ. നിങ്ങളെ കാണാൻ നമ്മൾ കൊതിച്ചിരിക്കുന്നു. ഇതാണ് എന്റെ ഉമ്മ. ആ പാത്തുമ്മ, ആളെ മനസ്സിലായ എനിക്ക്? രവി, നമ്മുടെ ഹൻസരാജിന്റെ കൂടെ ജോലി ചെയ്യണ മേനന്റെ. ആ മനസ്സിലായി, അന്നാ തെരുവിൽ വെച്ച്. ആ അതന്നെ, നമ്മുടെ ജീവൻ രക്ഷിച്ച പഹയനാണിത്. ആ പാത്തു, ഓനെന്തെങ്കിലും തിന്നാൻ കൊടുത്ത പലഹാരങ്ങള്? മോൻ കോഴിക്കറിയും പത്തിരിയും കഴിക്കോ? എനിക്ക് വേണ്ട. തിന്നും തിന്നും. ആ അപ്പൊ കഴിച്ചിട്ട് പോയാ മതി. ചെല്, മോനകത്തി തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വാ. എന്തേ? ഒരു സഹായം ചെയ്തു തരുവോ? നല്ല കാര്യം, മനുഷ്യന്മാരെ സഹായിക്കലല്ലേ നമ്മുടെ പണി. ആട്ടെ, അനക്കിപ്പോ എന്ത് സഹായം വേണ്ടത്? 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ശാരദ ടീച്ചറിനെ. ശാരദ ടീച്ചറിനെ ഒന്ന് സ്ഥലം മാറ്റി തരുവോ? അപ്പൊ ഇതാണ് കാര്യം. എന്തേ, ഇംഗ്ലീഷ് പഠിച്ചിപ്പം മടുത്താ? നമുക്ക് ശരിയാക്കി കളയാം. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ മോന്റെ ലിസ്റ്റ് സ്ഥലം മാറ്റാൻ? വേണമെങ്കിൽ ആ സ്കൂൾ തന്നെ നമ്മക്കാട് മാറ്റിക്കളയാം. പാത്തു, ആ സുഹറ, മോള് രവിക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കി. ഉമ്മ ഇപ്പൊ വരാട്ടാ. ശരി ഉമ്മ. ആ, എന്റെ കുഞ്ഞു പൂച്ചേനും കുഞ്ഞുങ്ങളെയും കാണണോ? കാണണം. എന്നാ ബാ. ഇത് കണ്ടോ? ഹായ്. മ്യാവ്, മ്യാവ്. ഇല്ല ബായ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. പടച്ചോനെ ഓർത്ത് ബായ് എന്നെ രക്ഷിക്കണം. ഇജ്ജ് ചെയ്ത പ്രവർത്തിക്ക് എന്റെ ഉയിരാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മളത് ചെയ്യണില്ല. നല്ല ബലുള്ള കയ്യ്. ബായ്, അരുത്, എന്നെ ഒന്നും ചെയ്യരുത്. മുബാരക് വെറുതെ അല്ല ഷാ അന്നെ എന്റെ ആരാച്ചാരാക്കിയത്. എന്റെ നെഞ്ചിന് നേരെ പൊക്കിയ കൈകൊണ്ട് ഇജ്ജ് ചെയ്യാവുന്നത് കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞിക്കണ്. നീ എനിക്ക് വേണം. ക്ഷമിക്കണം ബായ്, വേണ്ട. കമല, കമല, കമല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ തനിച്ചായി. വേർപാട് എന്നും ദുഃഖമാണ്. കുട്ടിക്കാലത്ത് എനിക്ക് ഏറെ വേദന തോന്നിയത് കമലയും അവളുടെ അച്ഛനും അമ്മയും സ്വന്തം നാടായ ഗുജറാത്തിലേക്ക് തിരിച്ചു പോയപ്പോഴായിരുന്നു. അതിന് കാരണക്കാരൻ ഗുലാബ് ചന്ദ് ഷാ ആണെന്ന അറിവ് മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ. ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിലും മഴ പെയ്യില്ലേ, വെയില് വരില്ലേ? അതുപോലെ കമലയും പോയി. തുറമുഖ യൂണിയൻ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ തൊഴിലാളികളെ
തൊഴിലില്ലായ്മയിലേക്കും തുറമുഖത്തെ നാശത്തിലേക്കും നയിച്ചു. നിരന്തരം ചലിച്ചുകൊണ്ടിരുന്ന തെരുവിന് തുറമുഖത്തിന്റെ സ്തംഭനാവസ്ഥയിൽ താളം തെറ്റി. പതിയെ പതിയെ എല്ലാം നിശ്ചലമായി. കുട്ടിക്കാലത്തെ ആ യാദൃച്ഛിക സംഭവം മൂലം സലിംബായും ഞാനും തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധം വളർന്നു വന്നു. അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ച തെരുവിന്റെ നന്മകൾ ഒരു പുതിയ തിരിച്ചറിവായി. എന്തിനേയും ഏതിനേയും നേരിടാനുള്ള കരുത്ത് ഞാൻ അറിയാതെ തന്നെ എന്നിൽ വന്നു ചേർന്നു. തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ബായി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് നിഷേധിക്കുവാൻ കഴിഞ്ഞില്ല. ഭായ് ഭായ് സലീം ഭായ് മേസ്ത്രിയെയും തൊഴിലാളികളെയും ഇളക്കി വിടുന്നത് അവനാണ്. ഒരിക്കൽ ഞാൻ ശ്രമിച്ചതാണ്. അന്ന് അവൻ രക്ഷപ്പെട്ടു. എന്നെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അവൻ പാഴാക്കില്ല. ഐ ഫീൽ പെറ്റി ഫോർ യു ഡാഡ്. ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിട്ടോ വെറുതെ ഭായി ഭായി എന്ന് നിലവിളിച്ചിട്ടോ ഒരു കാര്യമില്ല. എന്നെ മാറാ പർ ചോടിതോ. क्या तारा पर छोड़ी दीदा? अरे तारा में अकल छे तो क्या जायज तेसु हाथ बांधे नो बारिश? अरे मेरे प्यारे बेटे, जिंदगी में हर कदम सोच समझ कर उठाना है. ഞാൻ നന്നായി ആലോചിച്ചിട്ട് തന്നെയാ. അയാളെ ചുമ്മാ കയ്യും കെട്ടി നിന്നു തരില്ലെന്ന് എനിക്കും അറിയാം. എതിരാളിയെ ഒട്ടും ബലം കുറച്ച് കാണുന്നവനുമല്ല ഈ രമണിക്. പിന്നെ ഞാൻ എന്താ വേണമെന്നാ നീ പറയുന്നത്? നിങ്ങൾ ഡാഡിയും മോനും കൂടെ ഇങ്ങനെ രണ്ടു വഴിക്ക് ചിന്തിച്ചാലോ? നമുക്ക് ഒരുമിച്ച് ഒരു വഴിക്ക് നീങ്ങാന്നേ. സീ ഡാഡ്, ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ ലക്ഷങ്ങൾ കൊണ്ട് കളിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് കോടികൾ കൊണ്ട് കളിക്കാം. ഷിപ്പ്യാർഡിൽ ജോലിക്ക് അയക്കുന്ന കൂലിക്കാരിൽ നിന്നും ഈ നേതാക്കന്മാരെ കൊണ്ട് പിരിപ്പിക്കുന്ന 1.5 കമ്മീഷൻ, ചരക്ക് കയറ്റാൻ വരുന്ന ലോറിക്കാരിൽ നിന്നും പിരിക്കുന്ന 3/4 ചക്രത്തിന്റെ കപ്പം, ഇതുകൊണ്ടൊക്കെ എന്ത് നേടാൻ? നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു വർഷത്തെ സമ്പാദ്യം ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടാക്കും. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ ബിലീവ് ഇൻ വൈറ്റ് ഗോൾഡ്, വെളുത്ത സ്വർണം. ആ നർക്കോട്ടിക് സെല്ലിന്റെ തലവനെ നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓ മൈ ഗാഡ്, ഞാനത് മറന്നു മുനീർ. ഇന്ന് എനിക്ക് അയാളെ പരമാവധി സന്തോഷിപ്പിക്കണം. ഡാഡ്, ഗസ്റ്റ് ഹൗസ് വെച്ച് കാണാം. See you. Come on. അത് അവൻ ഇത്തിരി സ്പീഡ് കൂടുതലാ. നിങ്ങൾ പറയാൻ വന്ന കാര്യം പറ. മന്ത്രി നേരിട്ട് വന്ന ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തേണ്ടുന്ന അളവിൽ കാര്യങ്ങൾ അവന്മാർ വഷളാക്കി കളഞ്ഞു. സലീം ഭായിയെ മാത്രം മുന്നിൽ നിർത്തിയായി കളിയെന്ന് എനിക്ക് തോന്നുന്നില്ല. Then who the hell is behind this move? ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രി വരട്ടെ.